നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 അതിലെ 4th എപ്പിസോഡാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സാബിറ്റോയും മൊക്കാമയും കൂടെ നമ്മുടെ താൻജറോയും കൊണ്ട് മറ്റേ ആ കല്ല് മുറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഇതുവരെ വീഡിയോ കയറി ലൈക്ക് ചെയ്തിട്ടില്ല എന്ന് ലൈക്കും ചെയ്തേക്ക്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കുന്നതിന്റെ നമ്മുടെ മാസ്റ്റർ താൻജറോയുടെ അടുത്തോട്ട് വന്ന് നോക്കുന്ന സമയത്ത് താൻജറോ ആ കല്ല് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് മാസ്റ്റർ താൻജറോട് പറയുന്നു, ഹേ താൻജറോ, നീ എന്റെ അവസാനത്തെ ട്രെയിനിങ്ങിലും പാസ്സായി. ഇനി നിനക്ക് ഡീമൺ സ്ലെയർ ആവാനുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമെന്ന് മാസ്റ്റർ പറയുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ താൻജറോ കാര്യം താൻജറോ മാസ്റ്ററിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലോചിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് ആ കല്ല് മുറിച്ചതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താൻജറോ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താൻജറോയും സാബിറ്റോയും അടിക്കാൻ വരുന്ന സമയത്ത് താൻജറോയുടെ കയ്യിലുള്ള വാളിൽ നിന്ന് ഒരു നൂല് പോലത്തെ ഉള്ള ഒരു സിഗ്നൽ അത് സാബിറ്റോയുടെ മാസ്കിൽ കയറി ടൈറ്റ് ആവുന്നു. ആ സമയത്ത് താൻജറോ വാള് വീശാൻ നേരത്ത് അത് രണ്ടായിട്ട് പൊട്ടിപ്പോകുന്നു. ഇപ്പോൾ ഒരു താൻജറോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതുപോക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ഇമാജിൻ ചെയ്താൽ ഞാൻ എല്ലാ കാര്യത്തിലും വിജയിക്കുമെന്ന് താൻജറോയ്ക്ക് മനസ്സിലാവുന്നു. പിന്നീട് താൻജറോയും മാസ്റ്ററും കൂടെ നേരെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ മാസ്റ്റർ ഒരുപാടധികം ഫുഡൊക്കെ നമ്മുടെ താൻജറോയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുവാണ്. അന്നേരം താൻജറോ ചോദിക്കുന്നു, നിങ്ങൾ ഇത്ര നാളായിട്ടും എനിക്ക് ഇത്രയധികം ഫുഡൊന്നും തന്നിട്ടില്ലല്ലോ, പിന്നെ എന്തുവാ ഇന്ന് ഇങ്ങനെ? അത് കേട്ട് മാസ്റ്റർ പറയും, ഞാൻ നിനക്ക് തന്ന ടാസ്കുകളെല്ലാം നീ ഇന്ന് കംപ്ലീറ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് തന്നെ അതിന്റെ സന്തോഷത്തിൽ നീ ഇന്നൊക്കെ ഒത്തിരി ഫുഡ് കഴിച്ചോളാൻ. മാസ്റ്റർ മനസ്സിൽ പറയുകയാണ്, ഇന്ന് മാത്രമേ നിനക്ക് ഇത്രയധികം ഫുഡൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ, ഇന്ന് മാത്രമേ നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. നീ ഒരു ഡീമൺ സ്ലെയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും സമയം കിട്ടത്തില്ല, നിന്റെ കളിയും ചിരിയൊക്കെ അന്നേരം അങ്ങ് പോകും. അങ്ങനെ മാസ്റ്റർ താൻജറോയ്ക്ക് ഒരു മുഖംമുടി കൊടുക്കുവാണ്, ഒരു പൂച്ചയുടെ മുഖംമുടി. അന്നേരം താൻജറോ മാസ്റ്ററിനോടിക്കും, ഇതെന്തിനാണ് എനിക്ക്? അന്നേരം മാസ്റ്റർ പറയുന്നു, ഭൂതങ്ങൾ നിന്നെ കണ്ടാലും നിന്റെ മുഖത്തിന് വലിയ കാര്യമായിട്ടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മാസ്ക് നിനക്ക് തരുന്നത്, അതിനു വേണ്ടിയാണ് ഈ മാസ്ക് ഇടുന്നതെന്നും പറയുന്നു. അങ്ങനെ താൻജറോ ആ മാസ്ക് മേടിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നു. താൻജറോ നെസ്കോനെയൊക്കെ നോക്കിയിട്ട് പിന്നെ ഡീമൺ സ്ലെയർ ആവാനുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നപ്പോൾ താൻജറോയുടെ മാസ്റ്റർ പറയുവാണ്, നീ നിന്റെ അനിയത്തെ കുറിച്ചൊന്നും ആലോചിച്ച് പേടിക്കൊന്നും വേണ്ട, അവളിവിടെ സേഫ് ആണ്, പിന്നെ നീ ആ മത്സരത്തിൽ പോയി ജയിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് താൻജറോയ്ക്ക് മാസ്റ്റർ ഒരു വാളം കൊടുക്കുവാണ്. അങ്ങനെ താൻജറോ ആ വാളൊക്കെ മേടിച്ചിട്ട് അവിടെ എല്ലാവർക്കും ടാറ്റ ബൈ പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ താൻജറോ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് താൻജറോ മാസ്റ്ററോട് പറയാണ്, നിങ്ങളുടെ സാബിറ്റോയെ മക്കാമയെ തിരക്കി എന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ട് താൻജറോട് പോകും. അങ്ങനെ മാസ്റ്റർ മനസ്സിലോർക്കുവാണ്, അവരെല്ലാവരും മരിച്ചു പോകാനാണല്ലോ, അവരെ അങ്ങനെ ഇവനെ അറിയാമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാസ്റ്റർ. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, സാബിറ്റോയും മക്കാമോയൊക്കെ മരിച്ചതായിരുന്നു. അവർ താൻജറോയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു നമ്മുടെ താൻജറോയുടെ ഇമാജിൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ താൻജറോ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെ പോയി ഡീമൺ സ്ലെയർ ആവാനുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ താൻജറോയെ പോലെ തന്നെ അവിടെ ഒരുപാടധികം ആൾക്കാർ ഡീമൺ സ്ലെയർ ആവാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതേ സമയം തന്നെയാണ് മത്സരം നടത്തുന്ന രണ്ട് കുട്ടികൾ വന്ന് പറയുന്നത്, നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളെ ഞങ്ങൾ ഒരു കാട്ടിൽ വിടും, ആ കാട്ടിൽ ഫുള്ള് ഡീമൺസ് ആയിരിക്കും, ആ ഡീമൺസിനെയൊക്കെ കൊന്ന് 7 ദിവസം സർവൈവ് ചെയ്ത് തിരിച്ചു വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഡീമൺ സ്ലെയർ ആവാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാവരെയും കാട്ടിലോട്ട് പറഞ്ഞു വിടും. കാട്ടിൽ ചെന്നുടനെ തന്നെ ഡീമൺസിന്റെ സ്മെല്ലൊക്കെ വരുവാണ്. പെട്ടെന്ന് ഇതാ ആകാശത്തു നിന്നൊരു ഡീമൺ പാറി വരുവാണ് നമ്മുടെ താൻജറോനെ കഴിക്കാൻ വേണ്ടി. ഇതേ സമയം തന്നെ വേറൊരു ഡീമൺ വന്നിട്ട് അവർ തമ്മിൽ അടി കൂടും. ഞാൻ അവനെ ആദ്യം കണ്ട് എനിക്ക് അവനെ കഴിക്കാം. താൻജറോ മനസ്സിൽ പറയുകയാണ്, എന്റെ ദൈവം ഞാൻ 2 ഡീമന്റെ പെട്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുവാണ് നമ്മുടെ താൻജറോ. അങ്ങനെ താൻജറോ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് വിചാരിക്കുകയാണ്, ഒരു കല്ല് മുറിക്കുന്ന അത്രയൊന്നും പ്രയാസമില്ലല്ലോ ഉമാരെ കൊല്ലാന്ന് പറഞ്ഞ താൻജറോയുടെ ഫുൾ ടെക്നിക്ക് ഉമാർ യൂസ് ചെയ്യുക. ഇതുവരെ താൻജറോ പഠിച്ച എല്ലാ കാര്യങ്ങളും ഓർത്ത് അവന്റെ ആദ്യത്തെ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യുക. വാട്ടർ ബ്രീത്തിങ്ങിന്റെ ഫസ്റ്റ് ഫോം വാട്ടർ ബ്രീത്തിങ് എന്ന് പറഞ്ഞുകൊണ്ട് താൻജറോ ഒരു വാൾ എടുത്തിട്ട് അവരുടെ നേരെ ചൂണ്ടു. ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ കണ്ടുപോലെ തന്നെ ഒരു നൂല് പോലത്തെ ഒരു സാധനം അവരുടെ ദേഹത്തോട്ട് പോവാണ്. അവൻ ആ സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ 2 ഡിമെൻഷനെ അവനങ്ങ് കൊല്ലുവാണ്. അവർ രണ്ടുപേരും ആ സ്പോട്ടിൽ തന്നെ അവർ ഭസ്മമായിട്ട് അങ്ങ് പോകും. വിചാരിക്കുകയാണ്, ഇതെന്ത് സംഭവം, ഇതെന്തോ ഈ വാളിന്റെ ശക്തിയാണോ അതോ എന്റെ കഴിവാണോ എന്ന് വിചാരിച്ച് താൻജറോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാസ്റ്റർ പറഞ്ഞ കാര്യം താൻജറോ ആലോചിക്കുന്നത്. ഇതൊരു സാധാരണ വാനല്ല, നീ ഉദ്ദേശിക്കുന്ന പോലല്ല, ഇതിന് ഒരുപാടധികം പവേഴ്സ്, പക്ഷേ അത് യൂസ് ചെയ്യണമെങ്കിൽ വളരെയധികം കഴിവുള്ള ആൾക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. ഇതെല്ലാം താൻജറോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരു വൃത്തികെട്ടൊരു സ്മെല്ല് വരുന്നത്. താൻജറോ വിചാരിച്ചിരിക്കുകയാണ്, ഇവിടെ നടാ ഈ വൃത്തികെട്ട സ്മെല്ല് വരും. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടൊരു വലിയൊരു ഡീമൻ വരുന്നു. ആ വലിയ ഡീമൻ ഒരു ഡീമൺ സ്ലെയർ ആവാൻ വേണ്ടി വരുന്ന ഒരു ചെറുക്കനെ ഓടിച്ചുകൊണ്ടിരിക്കുക. താൻജറോ ഭയങ്കരമായിട്ട് പേടിച്ച് ഒരു മരത്തിന്റെ സൈഡിൽ ഒളിച്ചിരിക്കുകയാണ്. ഇതേ സമയം ആ ഡീമൺ സ്ലെയർ ആവാൻ വരുന്ന ആ പയ്യൻ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ രക്ഷിക്കണേ. താൻജറോ വിചാരിക്കുകയാണ്, അവനെ എങ്ങനെങ്കിലും രക്ഷിച്ചാൽ പറ്റുമോ, അല്ലെങ്കിൽ ആ ഡീമൻ ഇപ്പൊ അവനെ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് താൻജറോ ഓടിപ്പോയി വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവന്റെ കൈ അങ്ങ് വെട്ടുവാണ്. ഡീമൻസിന്റെ കൈയൊന്നും വെട്ടിക്കൊണ്ട് കാര്യമൊന്നുമില്ല, ഡീമൻസിന്റെ തല തന്നെ വെട്ടണം, എന്നാലേ അവരെ കൊല്ലാൻ സാധിക്കത്തുള്ളൂ. ആ ഡീമൻ താൻജറോയെ നോക്കി ചോദിക്കുവാണ്, നീ ആരാ? ഇതേ സമയമാണ് താൻജറോയുടെ തലയിലുണ്ടായിരുന്ന മാസ്ക് ആ ഡീമൻ കാണുന്നത്. ഓ, നീ ആ മാസ്റ്റർ കോഡിയാക്കോന്റെ ശിഷ്യനാ അല്ലേ? അന്നേരം താൻജറോ ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ എന്റെ മാസ്റ്ററിനെ അറിയാം? അയാളാ എന്റെ 45 വർഷം മുമ്പ് ഇവിടെ കൊണ്ടിട്ടത്, അയാളെ ഞാൻ വെറുതെ വിടത്തില്ല, അതുകൊണ്ട് തന്നെ അയാൾ അയച്ച 13 ശിഷ്യന്മാരെ ഞാൻ കൊന്നു കളഞ്ഞു. നീ ഇപ്പം 14മത്തെയാ.
എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുവാണ് ആ ഡീമൻ. ഇതൊക്കെ കേട്ട് ടാൻസർ ഒന്ന് പേടിച്ചിരിക്കുവാണ്. എന്നിട്ട് ആ ഡീമൻ പിന്നെ പറയുന്നു, ഞാൻ അവസാനമായിട്ട് കൊന്നത് 2 പേരെയാണ്, അതും നിന്റെ മാസ്റ്ററിന്റെ ശിഷ്യന്മാരായിട്ടുള്ള 2 പേർ. അതിലൊരുത്തൻ നിന്റെ കൂട്ട് തന്നെ, ഒരു ബ്രൗൺ കളർ മുടിയുള്ള ഒരുത്തൻ. അവന് നല്ല ഭംഗി ഉണ്ടായിരുന്നു, അവന് നല്ല കരിവുണ്ടായിരുന്നു, അവന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ 12 പേരെ കൊന്നിട്ടുണ്ടെന്ന്. അത് കേട്ട് അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് തന്നെയാണ് അവളെ അങ്ങ് കൊന്നു കളഞ്ഞു. ആ വലിയ ഇറക്കൻ അവന്റെ തല വെട്ടാൻ സാധിച്ചു, അതുകൊണ്ട് തന്നെ അവന്റെ തല ഞാനങ്ങ് എടുത്തു. അങ്ങനെ ആ ഡീമൻ ടാൻസറോട് പറയുന്നു. അപ്പൊ ടാൻസറോ, നീ പറയുന്നത് സാബിറ്റോന്റെ മക്കോമയെ കുറിച്ചാണോ? അവർ മരിച്ചോ? പക്ഷെ ഞാൻ അവരെ കണ്ടതാണോ? നീ അവരെ കൊന്നോ എന്ന് ടാൻസറോ ചോദിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് ആ ഡീമൻ ചിരിച്ചോണ്ടിരിക്കുന്നു. എന്ന് ചിരിക്കുന്നതൊക്കെ കണ്ടോണ്ട് ടാൻസറോക്ക് വളരെയധികം ദേഷ്യം വന്ന് ആ ഡീമനെ കൊല്ലാൻ വേണ്ടി ടാൻസറോ ഓടി. ഇതേ സമയത്താണ് ഒരു പാറയുടെ മുകളിൽ ഇരിക്കുന്ന സാബിറ്റോനെ കാണിക്കുന്നത്. അങ്ങനെ സാബിറ്റോ മനസ്സിൽ വിചാരിക്കുവാണ്, ഹേ ടാൻസറോ, നീ ഞങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, നീ നിന്റെ ഫുൾ കോൺസെൻട്രേഷൻ ആ ഡീമന്റെ മുകളിൽ കൊടുക്കുക, എന്നിട്ട് ആ ഡീമനെ ഇല്ലാതാക്ക് എന്ന് സാബിറ്റോ മനസ്സിൽ വിചാരിക്കും. പക്ഷേ ടാൻസറോ ആ ഡീമന്റെ മുകളിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ ഡീമൻ ടാൻസറോ അടിച്ചു തെറിപ്പിക്കും. ഇതേ സമയം തന്നെ ടാൻസറോയുടെ മുഖത്തുണ്ടായിരുന്ന ആ മാസ്ക് പൊട്ടിപ്പോവുകയാണ്. ഇതേ സമയം ടാൻസറോ രക്ഷിച്ച ആ പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. പക്ഷെ ടാൻസറോ ബോധം പോയി അവിടെ കിടക്കുകയാണ്. ടാൻസറോ എടുത്തോട്ട് ആ ഡീമൻ വരുന്ന സമയത്താണ് ടാൻസറോയുടെ അനിയന്റെ ഓർമ്മ വരുന്നത്. ടാൻസറോ എഴുന്നേക്ക്, ടാൻസറോ എന്റെ ചേട്ടാ എഴുന്നേക്ക് എന്ന് പറഞ്ഞു ടാൻസറോയുടെ അനിയൻ സ്വപ്നത്തിൽ വരുവാണ് നമ്മുടെ ടാൻസറോ. പെട്ടെന്ന് തന്നെ ടാൻസറോ അവിടുന്ന് ചാടി എഴുന്നേക്കുന്നു. ഇത് കണ്ട ആ ഭൂതം ഞെട്ടുവാണ്. നീ അങ്ങനെ എഴുന്നേറ്റ്, നിന്റെ ബോധം പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഭൂതം ടാൻസറോനെ ആക്രമിക്കാൻ ആ കൈകളും കൊണ്ട് വരുവാണ്. പക്ഷെ ടാൻസറോ എല്ലാ കൈകളും വെട്ടു. അങ്ങനെ ആ ഡീമൻ ടാൻസറോട് പറയുന്നു, നിന്നെ പോലെ തന്നെയായിരുന്നു ആ കൊച്ചു പയ്യനും, അവനും അത്യാവശ്യം നല്ല ശക്തിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ എൻ്റെ തല വെട്ടാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ തലയെടുത്തിട്ട് അവനെ ഞാൻ കഴിക്കുകയും ചെയ്തു. ഇതൊക്കെ കേട്ടിട്ട് ടാൻസറോയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നു. ടാൻസറോ പറയുവാണ്, എടാ നിന്നെ ഞാൻ കൊന്നേ പോളെന്ന് പറഞ്ഞിട്ട് ടാൻസറോ ഓടി ആ ഡീമന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം ആ ഡീമൻ ടാൻസറോനെ കൊല്ലാൻ വേണ്ടി അവന്റെ കൈ ഭൂമിയുടെ അടിയിൽ കൂടെ കൊണ്ടുവരുന്നു. പക്ഷെ ഇത് നേരത്തെ അറിഞ്ഞ ടാൻസറോ അവിടെ നിന്ന് ചാടി. ആ ഡീമൻ മനസ്സിൽ വിചാരിക്കുവാണ്, എടാ ഇവൻ എങ്ങനെ അറിയാം ഞാൻ ഭൂമിയുടെ അടിയിൽ കൂടെ കൈ കൊണ്ടുവന്ന് അവനെ കൊല്ലാൻ നോക്കുമായിരുന്നെന്ന് എന്ന് വിചാരിച്ച് ചിന്തിച്ചിരിക്കുവാണ് ആ ഡീമൻ. ഇതേ സമയം മൊക്കോമോയെ കാണിക്കുന്നു. മൊക്കോമോ സാബിറ്റോട് ചോദിക്കുന്നു, ടാൻസറോയ്ക്ക് ആ ഡീമനെ കൊല്ലാൻ സാധിക്കുമോ? നിന്നെ കൊണ്ട് പോലും ആ ഡീമനെ കൊല്ലാൻ പറ്റിയിട്ടില്ല, അപ്പം ടാൻസറോയ്ക്ക് ആ ഡീമനെ കൊല്ലാൻ പറ്റുമോന്ന് മൊക്കോമോ സാബിറ്റോട് ചോദിക്കുവാണ്. ഇത് കേട്ട് സാബിറ്റോ പറയുവാണ്, ഹേ മൊക്കോമോ, നീ അത് കണ്ടതല്ലേ, അവൻ ഈ കല്ല് 2ആയിട്ട് മുറിക്കുന്നത്, അവനെ കൊണ്ട് സാധിക്കും ആ ഡീമനെ കൊല്ലാൻ. അതേസമയം തന്നെയായിരുന്നു നമ്മുടെ ടാൻസറോ ആ ഡീമന് തല വെട്ടാൻ വേണ്ടി ഓടി വരുന്നത്. അതേസമയം തന്നെ അവന്റെ കട്ടാരയിൽ നിന്ന് ആ നേരത്തെ പോയ പോലെ ഒരു നൂല് പോലത്തെ ഒരു സാധനം, അതിൽ ഫുൾ കോൺസെൻട്രേഷൻ ടാൻസറോ കൊടുത്തു. ടാൻസറോയുടെ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ആ ഡീമന്റെ തല അങ്ങ് ടാൻസറോ വെട്ടിക്കളയുന്നു. ഡീമൻ സ്ലേയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 അതിലെ 4th എപ്പിസോഡ് തീരുന്നു. സോ ഞായറാഴ്ചയും ശനിയാഴ്ചയും എനിക്ക് വേറൊരു ആനിമി ചെയ്താലോ എന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. സോ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് കമന്റ് ചെയ്യും. സോ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡ് ആയിട്ട് വരാം. ഓക്കെ, ബൈ.